നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. SDPയുടെ നേതൃത്വത്തിൽ സർക്കാരിനെതിരെ UDF സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് UDF സർക്കാർ RSS അജണ്ടകളുടെ നടത്തിപ്പുകാരാകരുത് എന്ന ആവശ്യം ഉന്നയിച്ചാണ് SDP ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം നടത്തുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് നേതാക്കൾ ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു SDPI സംസ്ഥാന സെക്രട്ടറി ഉസ്മാൻ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം, മുഖ്യമന്ത്രിക്കെതിരെ അക്ഷരത്തിൽ ആഞ്ഞടിക്കുന്ന ഒരു പ്രതികരണമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അവരുടെ പ്രതികരണത്തിലേക്ക്, പ്രതിഷേധത്തിലേക്ക്. 20,000 വോട്ടർമാർക്ക് 25,000 വോട്ടർമാർക്ക് വരെ ഒരു കൗൺസിലർ എന്ന് സ്ഥാപിച്ചെടുത്തുകൊണ്ട് അങ്ങനെ നടപ്പിൽ വരുത്തിയിട്ട് BJP വിരുദ്ധരായ കൗൺസിലർമാർ ജയിച്ചു വരാതിരിക്കാനുള്ള തീരുമാനം ഇലക്ഷൻ കമ്മീഷനെ കൊണ്ട് ഇവിടുത്തെ 2 മുന്നണികളുടെ മൗനാനുവാദത്തോടുകൂടി നടപ്പിലാക്കിയതും അങ്ങനെ കേരളത്തിൽ അദാനിയുടെ 2 പ്രധാന ഇൻവെസ്റ്റ്മെന്റ് ഉള്ള തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം സീപ്പോർട്ടും തിരുവനന്തപുരം എയർപോർട്ടും അദാനിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിന് സൗകര്യങ്ങൾ ഒരുക്കുന്ന, അതിനൊരു തടസ്സമില്ലാത്തൊരു ഭരണ സംവിധാനത്തെ ഇവിടെ പ്രതിഷ്ഠിച്ചത് മുതൽ 2 MLA-മാരെയും തൊട്ടടുത്ത ജില്ലയിൽ 1 MLA-മാരും വിജയിപ്പിച്ചുകൊണ്ട് അദാനിക്ക് സുഗമമായി പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക മാത്രമല്ല, അദാനി എന്താണോ ആഗ്രഹിക്കുന്നത്, അദാനി എന്താണ് തീരുമാനിക്കുന്നത്, അത് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു മുഖ്യമന്ത്രി വിശ്വസതയില്ല എന്ന് ഒരുപാട് വട്ടം തെളിയിച്ച VD സതീശന് അദാനിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ സാധിച്ചേക്കാം, മറ്റു പല നേട്ടങ്ങളും ഉണ്ടായേക്കാം. പക്ഷേ കേരളത്തിന്റെ ജനതയെ പണയപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടുള്ളത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഈ രീതിയിലാണ് VD സതീശൻ പോകുന്നത് എങ്കിൽ അവസാനത്തെ മുഖ്യമന്ത്രിയാണ്, കോൺഗ്രസിന്റെ UDFന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായി ചരിത്രത്തിൽ നിന്ന് കോൺഗ്രസ് നിഷ്കാസിതമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിപ്പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി വളരെ കൃത്യമായി കൈയടക്കി വെച്ച വകുപ്പെന്ന് നിങ്ങൾ നോക്കൂ. തുറമുഖം, അദാനി പോർട്ട്, ഇനിയുള്ള അടുത്ത 50 വർഷം അത് ഐസ്ലാൻഡ് ഏജ് ആണ് എന്ന്, ശീതയുഗമാണ് എന്ന്, ലോകത്തിന്റെ പല ഭാഗങ്ങളും കടുത്ത മഞ്ഞുവീഴ്ച മൂലം തണുപ്പിലേക്ക് പോകുന്നു എന്നും, സൗരോർജം കുറഞ്ഞുകൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള പഠനങ്ങൾ പുറത്തു വന്നതും അതിനെ മറികടക്കുന്നതിന് വേണ്ടി ലോകതലത്തിലെ വൻരാഷ്ട്രങ്ങൾ, വലിയ കോർപ്പറേറ്റുകൾ പദ്ധതികൾ ആവിഷ്കരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതേസമയം തന്നെ ഫ്യൂവലിന്റെ, പെട്രോളിന്റെ ലഭ്യതക്കുറവ് ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് 66,000 പെട്രോൾ റിഫൈൻ ചെയ്യുന്ന അംബാനിയുടെ ഫാക്ടറി കഴിഞ്ഞ 1.5 മാസക്കാലമായിട്ട് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി പൂട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷേ അതിന് ഒരിക്കലും തുറക്കാൻ സാധ്യതയില്ല എന്ന് സാമ്പത്തിക വിദഗ്ധർ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ ക്രൂഡ് വളരെയധികം ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇനി പവർ പ്ലാന്റുകളാണ് നടക്കാൻ പോകുന്നത് എന്ന് കഴിഞ്ഞ മാസം ആന്ധ്രയിൽ 2 റഷ്യയുമായി സഹകരിച്ചുകൊണ്ട് 2 പവർ പ്ലാന്റുകൾക്ക് 6 മാസം കൊണ്ട് പണി കഴിഞ്ഞ് അവിടെ നിന്ന് പവർ ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന സ്മോൾ രീതിയിലുള്ള സ്റ്റൈലിലുള്ള പവർ പ്ലാന്റുകളാണ് ഇനി ലോകത്തിന്റെ പവർ നിയന്ത്രിക്കുക എന്നുള്ളത് കൃത്യമായ പഠനങ്ങൾ പുറത്തു വന്നിരുന്ന സമയത്ത് എല്ലാ രീതിയിലും അദാനിയെ സപ്പോർട്ട് ചെയ്തിട്ടും ഓഹരിയിൽ കോപ്പുകെട്ടി വീഴുന്ന വലിയ ഫൈൻ അമേരിക്കയിൽ പിറന്ന രാജ്യം കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മൾ നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഏകദേശം 56,600 കോടി രൂപയാണ് LIC ഈ അദാനിയുടെ ഷെയർ എടുത്തിട്ടുള്ളത്. പൊതുമർദ്ദത്തിൽ നിന്ന്, ജനങ്ങൾക്കിടയിൽ നിന്ന് സാമ്പത്തികമായി കൂട്ടുകെട്ടുന്ന അദാനിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വഴിവിട്ട ശ്രമങ്ങൾ SIBയുടെ മ്യൂച്വൽ ഫണ്ട് കൊണ്ട് നമ്മുടെയൊക്കെ നികുതി പണം, നമ്മൾ കൊടുത്ത പണം അങ്ങനെ അദാനിക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന സാഹചര്യം ഇന്ത്യ രാജ്യം നിലനിൽക്കുന്നു. ഇനി കേരളം യുറേനിയം ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അത് കേരളമാണ്, കേരളത്തിന്റെ തീരപ്രദേശമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ നമ്മുടെ മന്ത്രിയായിട്ടുള്ള, കേരളത്തിന്റെ NDA മന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിക്ക് കടലാമ സംരക്ഷണത്തിന് വേണ്ടി ഫണ്ട് അനുവദിച്ചത്. അത് കടലാമകളെ സംരക്ഷിക്കാനല്ല, കേരളത്തിന്റെ തീരം കണ്ണുവെച്ചിട്ടാണ് എന്ന് അന്ന് ഇന്ത്യയിലെ പ്രമുഖരായ മനുഷ്യാവകാശ പ്രവർത്തകരും പൊളിറ്റിക്സ് ഒക്കെ പറയുന്ന, ആ ജിയോ പൊളിറ്റിക്സ് പറയുന്ന ആളുകളുമൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം ആ തീരദേശമാണ് നമ്മുടെ മുഖ്യമന്ത്രി ഏറ്റെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഗവൺമെന്റിലും അല്ലാതെയും അദ്ദേഹം പറയുന്നത് ഇതൊരു തീരദേശമായി മാറ്റും, വലിയ തുറമുഖത്തിന്റെ ഒരു ഹബ്ബാക്കിയിട്ട് നമ്മുടെ കേരളത്തെ മാറ്റും
അതെങ്ങനെയാണ് അദാനിക്ക് വേണ്ടി മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ പണിയെടുക്കുന്നത് എന്ന് കൃത്യമായി നമുക്ക് മുന്നിൽ ബോധ്യങ്ങൾ ഉണ്ടാവുകയാണ്. നമുക്ക് മുന്നിൽ യാഥാർത്ഥ്യങ്ങൾ പകർത്തോട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിനെ ചോദ്യം ചെയ്ത് തടയാൻ വേണ്ടിയിട്ടാണ് NDA നേതാക്കന്മാരെ കണ്ടുവന്ന ഒരു വിശ്വസിക്കാൻ പറ്റാത്ത ഒരു നരേറ്റീവ് ഇവർ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അങ്ങനെ കേരളത്തെ പണയപ്പെടുത്തിയിട്ടുള്ളത് മനുഷ്യരെ, ഈ കേരളത്തിലെ ജനങ്ങളെ വർഗീയമായി വിഭജിക്കുന്ന വെള്ളാപ്പള്ളിയെ താഴെ നിർത്തിയിട്ടാണ്, വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടാണ്, കേരളത്തെ വിഭജിച്ചിട്ടാണ്, ഇവിടുത്തെ സൗഹൃദാന്തരീക്ഷത്തെ തകർത്തുകൊണ്ടാണ് ഇടതുപക്ഷം ഭരിച്ചിരുന്നത് എന്ന് ആദ്യത്തെ 40 ഘട്ടമല്ല അതിനേക്കാൾ കൂടുതൽ പറഞ്ഞിരുന്ന UDFന്റെ സകല നേതാക്കന്മാരും കേരളത്തിലെ ജാതിമത സംഘടനകളൊക്കെയും അതിനേക്കാൾ വലിയ വിഭജനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നേതൃത്വം കൊടുക്കുമ്പോ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടുത്തെ ജനങ്ങൾ ഈ കൊള്ളയെ കുറിച്ച് ചർച്ച ചെയ്യരുത്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ മതത്തിന്റെ പേരിൽ ജാതി പറഞ്ഞ് മതം പറഞ്ഞ് പരസ്പരം തെരുവിൽ പേരടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്ന് നരേന്ദ്രമോദി എന്താണോ ചെയ്തിട്ടുള്ളത്, BJP എന്താണോ ചെയ്തിട്ടുള്ളത്, മനുഷ്യരെ തമ്മിലടിപ്പിച്ച് വെറുപ്പിൽ പാടിപ്പിച്ച് വെറുപ്പ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അതേ രാഷ്ട്രീയം തന്നെയാണ് നമ്മുടെ കേരളത്തിലും പയറ്റിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ പള്ളിയെ നിന്ന് കാണാൻ അദ്ദേഹത്തിന്റെ മകന് NDA നേതാവിന് വെറുപ്പുണ്ടാകുന്ന ഫാക്ടറിയിലെ മാനേജർമാരായിട്ടുള്ള ആളുകളെയൊക്കെ വരി നിന്ന് ശാലണിയിക്കാൻ UDFന്റെ മന്ത്രിമാര് അങ്ങോട്ട് പറഞ്ഞു വിടുമ്പോ കൗശലക്കാരനായ കുരുത്തനായ VD സതീശൻ അറിയാം NDAയുമായിട്ടുള്ള ചർച്ച അങ്ങനെ ഇവിടെ സജീവമായി നിലനിർത്തിക്കൊണ്ട് അദാനി ഡീലിംഗിന്റെ സാഹചര്യങ്ങൾ അതില്ലാതാക്കി മാറ്റാമെന്ന് നിങ്ങൾക്കറിയുമോ? കഴിഞ്ഞ 10 വർഷക്കാലമായി ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടകൾ ആരുമായി ബന്ധപ്പെട്ടിട്ടാണ് നടന്നിട്ടുള്ളത് എന്ന് നോക്കുമ്പോ അത് അദാനി പോർട്ടുമായിട്ടാണ്, ഗുജറാത്തിലെ മുദ്ര പോർട്ടുമായിട്ടാണ്, തൂത്തുക്കുടിയിലെ അതേപോലെ മഹാരാഷ്ട്രയിലെ അങ്ങനെ ഇന്ത്യയിൽ അദാനി കൈകാര്യം ചെയ്യുന്ന പോർട്ടുമായിട്ടാണ്. അദ്ദേഹം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുമ്പോ അദ്ദേഹത്തിന്റെ ബിസിനസിൽ നിന്ന് പിന്നോക്കം പോകുമ്പോ അതിനെ മറികടക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ യുവതയെ, ഇന്ത്യയിലെ ജനങ്ങളെ മയക്കുമരുന്ന് അടിമകളാക്കിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന സമ്പത്ത് കൊണ്ടാണ് അദാനി പിടിച്ചു നിൽക്കുന്നത് എന്ന് വസ്തുതകൾ വെച്ചിട്ട് നമുക്ക് തെളിയിച്ചെടുക്കാൻ സാധിക്കും. അത് തന്നെയാണ് കേരളത്തിലേക്കും വരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വെള്ളാർക്കാലത്ത് ഒരു പോർട്ടുണ്ടായിട്ട് അതിപ്പോഴും ലാഭകരമല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുകയാണ്. അവിടെ നിന്ന് 4-5 മണിക്കൂറുകൾ 7 മണിക്കൂറെങ്കിലും ഓടിയാൽ എത്താകുന്ന വിഴിഞ്ഞത്ത് മറ്റൊരു പോർട്ട് വരുമ്പോ ആ പോർട്ടിനെ കുറിച്ചുള്ള മുഴുവൻ ഫീസിബിലിറ്റി റിപ്പോർട്ടുകളും പറഞ്ഞത് അതൊരിക്കലും ലാഭകരമല്ല എന്ന് വന്നപ്പോ അവസാനത്ത് അത് നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടി അവസാനം അദാനി പേയ്മെന്റ് നടത്തിയിട്ടുള്ള കമ്പനിയെ കൊണ്ട് നടത്തിയ ഫീസിബിലിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് അത് ലാഭകരമാകണമെങ്കിൽ തുറമുഖേതര വികസനം വ്യവസായങ്ങൾ നടക്കണമെന്നാണ്. അതുകൊണ്ട് തുറമുഖത്ത് നടക്കുന്ന വ്യവസായങ്ങൾ കൊണ്ട് ഈ വിഴിഞ്ഞം പോർട്ട് ലാഭകരമാക്കില്ല. അങ്ങനെ കേരളത്തിലേക്കും നോക്കൂ നിങ്ങൾ, കേരളത്തിൽ മയക്കുമരുന്ന് വ്യാപകമായത് എങ്ങനെയാണ്? ഇപ്പൊ തൂഫാൻ നടക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയുടെ ഉദ്ദേശശുദ്ധിയിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല, ആത്മാർത്ഥമായിട്ടാണ്. പക്ഷേ അത് നടന്നാൽ ഇവിടുത്തെ ലോക്കൽ മയക്കുമരുന്ന് ശൃംഖല മുഴുവൻ തകർത്തു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് അദാനിയുടെ മയക്കുമരുന്ന് ശൃംഖലയാണ് എന്ന് നിങ്ങൾ തിരിച്ചു വെച്ചേക്കുക. ഞങ്ങൾക്കത് പ്രൂവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ മിസ്റ്റർ അദാനി, താങ്കളൊന്ന് മനസ്സിലാക്കുക, ഈ കേരളത്തിന്റെ പരിധിൽ ജീവൻ കൊടുത്തുപോരാടാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രവർത്തകരുണ്ടാകും. ഈ രാജ്യത്തെ അങ്ങനെ താങ്കളുടെ സമ്പത്ത് കൊണ്ടുപോകാൻ വേണ്ടി, താങ്കളുടെ തകർച്ചയിൽ നിന്ന് താങ്കളുടെ കമ്പനിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി കേന്ദ്രത്തിന്റെയും കേരള മുഖ്യന്റെയും പിൻബലത്തോടുകൂടി ഈ കേരളത്തെ ഒരു മയക്കുമരുന്ന് ശൃംഖലയുടെ ടൂറിസത്തിന്റെ ഹബ്ബാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ അതിനെതിരെ തെരുവുകൾ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ട് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ നിവർന്നു തന്നെ നിൽക്കും എന്ന് താങ്കൾ തിരിച്ചറിയുക. തീർന്നിട്ടില്ല. ഇവിടെ അൻസാരിയും അതേപോലെ ജോൺസണും ഒക്കെ സംസാരിക്കാനുണ്ട്. മറ്റു വിഷയങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഓർത്തു വെക്കുക, ഇവിടെ ഏതെങ്കിലും കുറച്ചാളുകൾ സിൻഡിക്കേറ്റിലേക്ക് പോയത് കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഒരു RSSകാരനെ നിയോഗിച്ചതല്ല ഞങ്ങളുടെ പ്രശ്നം. ആരാണ് RSS എന്നുള്ളതാണ്. ഇന്ത്യ വിഭജനത്തോടുകൂടി അങ്ങ്
കൽക്കട്ടയിലും അതേപോലെ പശ്ചിമ ബംഗാളിലും ബീഹാറിലും ഉൾപ്പെടെയുള്ള ഡൽഹി ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ വർഗീയ കലാപങ്ങൾ നടത്തിയിട്ട് മനുഷ്യരെ പരസ്പരം കൊന്നു തള്ളിയ ഒരു സംഘടനയാണ് RSS എന്ന് കമ്മ്യൂണിസ്റ്റുകൾ കണ്ടെത്തിയ RSS തീർന്നിട്ടില്ല. 1947 മുതൽ ഇന്ന് വരെ ഇന്ത്യയിൽ നടന്ന പ്രധാനമായ വംശീയ കലാപങ്ങളിൽ പ്രതിയാണ് എന്ന് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് ലോകവും ഇന്ത്യയും ഒരേപോലെ പറഞ്ഞിട്ടുള്ള RSS അമേരിക്ക ഉൾപ്പെടെ വംശീയമായ തീവ്ര സംഘടനകളുടെ പട്ടികയിൽ